ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ നടന്ന് ആകെ ക്ഷീണിച്ചോട്ടോ, ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതിരിക്കുകയാണ്. കല്യാണിന്റെ കിരണിന്റെ മുമ്പിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് കാദംബരിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കാദംബരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കാദംബരിയുടെ അടുത്തും രതീഷിനോട് പറയുന്നുണ്ട്, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നു. ഞാനിപ്പോ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്തിരിക്കാൻ പശ്ചാത്തപിക്കുകയാണ്. എന്നെ നിങ്ങൾ ഇവിടെ കേറ്റണം. ഞാൻ ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ല. പഴയ പ്രകാശനല്ലേ ഞാനിപ്പോ. ഞാൻ പുതിയ പ്രകാശനാണ് മക്കളെ എന്നൊക്കെ പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്കൊരു അവസരം കിട്ടിയാലേ നിങ്ങൾ കല്യാണിന്റെ കഴുത്തിനെ കയറി പിടിക്കുന്ന ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അഭിനയം ഇവിടെ വില പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സുകളും സാധനങ്ങളും ആ പഴഞ്ച മുണ്ടൊക്കെ പ്രകാശിന്റെ മുഖത്തേക്ക് വലിച്ചാണ് രതീഷ്, വാ കാദംബരി നമുക്ക് പോകാം എന്ന് പറയുമ്പോ കാദംബരി പുച്ഛത്തോട് കൂടി തന്നെ പ്രകാശനെ നോക്കിയിട്ട് അവരവിടെ നിന്ന് പോകുവാട്ടോ. വാതിലും കുറ്റിയിട്ട് ലോക്കിട്ട് പോകുവാണ് അവരവിടെ. അങ്ങനെ പ്രകാശൻ അവിടെ കയറി കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പ്രകാശൻ നടന്ന് ഒരു കിടക്കാൻ ഒരു ഇടമില്ലാതെ അവസാനം ഒരു ഇലക്ട്രിക്കിന്റെ ഒരു എന്താണ് ട്രാൻസ്ഫോമറൊക്കെ ഉള്ള സ്ഥലത്ത് ചെറിയൊരു പലക പോലെ ഉണ്ട്. അപ്പൊ അവിടെ കയറി കിടക്കാൻ വെച്ചാൽ പ്രകാശന് കാല് പറ്റുന്നില്ല. നിലത്ത് വെച്ച് കാല് പൊക്കത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുന്നില്ല. പ്രകാശൻ അങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ച് പാതിക്ക് കാലെടുത്ത് മുകളിലേക്ക് വെക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് കിരണും കല്യാണിയും കൂടിയിട്ട് അവിടെ വണ്ടിയിൽ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രകാശിന്റെ ആ അവസ്ഥ കാണുമ്പോൾ കല്യാണിക്ക് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടെങ്കിലും ദേഷ്യമുണ്ട്. അങ്ങനെ കല്യാണിയും കിരണം നോയിക്കൊണ്ടിരിക്കുകയാണ്. കിരണിന്റെ മനസ്സിലായി കല്യാണിക്ക് ചെറിയൊരു വിഷമം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവര് നോയിക്കൊണ്ട് പ്രകാശൻ അവിടെ തല വെച്ച് അങ്ങനെ കിടന്നുറങ്ങാണ്. ഭക്ഷണവും കഴിക്കാണ്ട് വെള്ളവും കുടിക്കാണ്ട് 2 ദിവസം കൊണ്ട് തന്നെ പ്രകാശൻ ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയിട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയു മനോഹർ പുറപ്പെട്ട പിന്നാലെ തന്നെ പോകുവാണ്. അപ്പൊ ഷാരു ചോദിക്കണ്ട, മോൾ എവിടെയാ പോണത്? ഞാൻ എവിടെയും പോണില്ല. എവിടെയെങ്കിലും പോണെങ്കിൽ നിങ്ങളുടെ പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് സരയു അവിടുന്ന് പോകുവാണ്. അപ്പൊ രാഹുൽ ചോദിക്കണ്ട, മോൾ എവിടെയാണാവോ പോണത്? വേറെ എവിടെയല്ല, മനോഹർ പോയല്ലോ, അവന്റെ പുറകെലാ പോയിക്കണത്. മോൾക്ക് നല്ല സംശയം അവനിപ്പോ അവന്റെ പുറകെ തന്നെയാ പോയതെന്നാ തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. മനോഹർ പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെണ്ണിനെ കാണാൻ വേണ്ടി രഹസ്യമായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കാണ്, പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ സൈറ്റിന്റെ ഉള്ളിലേക്കാണ് മനോഹർ പോകുന്നത്. അപ്പൊ ആ പെണ്ണും മുകളിൽ തന്നെയുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കയ്യൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ സരിയു മനോഹറിന്റെ പുറകെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനോഹർ ആണെങ്കിൽ സരിയു വന്നതറിയാതെ അവർ രണ്ടുപേരും ഭയങ്കര പ്രണയസല്ലാഭാട്ട. അത് കറക്റ്റ് ആയിട്ട് സരിയു കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ മനോഹറിന്റെ കള്ളത്തര എല്ലാം പോലും ഇനി മനോഹറിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.